I know that you love me, darling, you don't have to say it. You know you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. ആ മോളെ, നീ കഴിച്ചായിരുന്നോ? നമുക്ക് ഇറങ്ങണ്ടേ? സണ്ണിയെ കാണാൻ പോണം. ഇന്ന് അവന് വിസിറ്റിംഗ് ഉള്ളതാ. വാ. ഞാൻ കഴിച്ചായിരുന്നു ചേട്ടാ. അല്ല, പിള്ളേര് കഴിച്ചായിരുന്നു. ലൂക്കയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുത്തായിരുന്നു. ആ, അവന്മാരൊക്കെ കഴിച്ചു. ലൂക്കയ്ക്ക് പീറ്റർ ഫുഡ് കൊണ്ട് കൊടുത്തെന്നാ തോന്നുന്നത്. ഞാൻ നോളെ വിളിച്ചു നോക്കട്ടെ. പീറ്ററേ, മോനെ. ആ ഇച്ചായ, ഞാൻ മറന്നിരിക്കായിരുന്നു. വണ്ടി എടുക്കണം, സണ്ണിച്ചായനെ കാണാൻ പോകണം അല്ലേ? അത് പറയാനല്ലേ? ആ അമ്മ, ഞാൻ ലൂക്കയ്ക്ക് ഫുഡ് കൊണ്ട് വെച്ച് കൊടുത്തു. അവൻ അതുപോലെ തിന്നില്ല, എടുത്തെറിഞ്ഞു. പിന്നെ അവനെവിടെ? ലൂയിസ് എവിടെ? ലൂയിസേ, എടാ ഓഫീസിൽ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അവിടെ എന്തോ സ്പെഷ്യൽ മീറ്റിംഗ് തോന്നുന്നു. ആടെ പീറ്ററെ, ലീവ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ആ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങാം. അമ്മ ഞാൻ ഇറങ്ങാണേ. ശരി എന്നാ. ലൂയിസ് വല്ലതും കഴിച്ചിട്ട് പോയോ? അവൊന്നും കഴിച്ചില്ല. ലൂക്ക എന്താണ് ഇങ്ങനെ കാണിക്കുന്നേ? എനിക്ക് വയ്യ ഇനി ഇതൊന്നും കാണാൻ. അതെന്താ അമ്മ, ഇനിയും കഴിഞ്ഞ 3 വർഷമായിട്ട് അമ്മ ഇത് തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. എന്നിട്ടും അമ്മയ്ക്ക് വയ്യാണ്ടൊന്നും ആയില്ലല്ലോ. അപ്പോൾ പിന്നെ കണ്ടോ, എല്ലാവരും കൂടെ വരുത്തി വെച്ചല്ലേ. അനുഭവിച്ച് തീർത്തോ. ഞാൻ വണ്ടി എടുക്കാം, നിങ്ങൾ വരാൻ നോക്ക്. പിന്നോട് അങ്ങോട്ട് കയറ്റി വിടത്തില്ല ടൈം കഴിഞ്ഞ. കണ്ടു ചായ, അവൻ പറഞ്ഞു കേട്ടോ. ഞാനെന്താ ചെയ്തേ? ഞാനിവിടെ നിൽച്ചാലൂടെ അവസാനം എന്താ പറഞ്ഞേ? എന്റെ മോന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നല്ലേ. പിന്നെ എന്തിനാ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ അവിടെ നിന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ട് എന്താണോ അങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചത്? മോളത് വിട്. സ്വയമുള്ള വിഷമോ ദേഷ്യമൊക്കെ മറക്കാൻ ആരെങ്കിലും മണ്ടയിൽ പഴി ചാലിച്ചല്ലേ പറ്റുള്ളൂ. അതാവുമാര് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മോളെ മണ്ടേ കയറുന്നത് അതുകൊണ്ടാ. ഇപ്പൊ കുറച്ചു മുമ്പ് എടുത്ത് ഇറങ്ങിപ്പോയല്ലോ ഓഫീസിലേക്കാന്ന് പറഞ്ഞോണ്ട്. അവ എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയാമല്ലോ. രാവിലെ തൊട്ട് ഉച്ച വരെ ഓഫീസിൽ ഇരിക്കും. അത് കഴിഞ്ഞാൽ നേരെ ബാറിൽ പോകും, കുടിക്കും. രാത്രി കുടിച്ച് പിറ്റേ വീട്ടിലോട്ട് കയറി വരും. കഴിഞ്ഞ 3 വർഷമായിട്ട് അവാദല്ലേ ചെയ്യുന്നത്. പിന്നെ ഒരുത്തൻ ആ മുറിയിൽ കയറി കഥവടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 3.5 കൊല്ലമായി. ഇതുവരെ ആ മുറി തുറന്നിട്ടില്ല. താഴെ ഒരു ഹോളിട്ട് വെച്ചിട്ടുണ്ട്, ഫുഡ് കൊടുക്കാൻ മാത്രം. കൊടുക്കുന്ന ഫുഡിനെ തിരിച്ചിങ്ങോട്ട് എറിയും. വല്ലതും തിന്നും. അതോ അവന് നല്ല വിശന്നാ മാത്രം ആഴ്ചയിൽ 1-2 ദിവസം. വേറൊരുത്തൻ അനിയനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇറങ്ങി വണ്ടി എടുക്കാന്നും പറഞ്ഞു പോയി അവനെ കല്യാണം കഴിച്ചിട്ട് പോലും ഭ്രാന്തനെ പോലെ അനിയനും അവനും താമസിച്ച വീട്ടിൽ പോയിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയിരിക്കും. ഓഫീസ് കാര്യങ്ങൾ നോക്കിയോ ഒന്നും ചെയ്യില്ല. എന്തിന് ദിവസം അവിടെ പോകണമെന്ന് അവനെ എന്നെ അറിയത്തില്ല. അന്ന് മോൾ അത്ര പ്രകടനം കാണിച്ചുകൊണ്ടാ ലൂക്ക വീട്ടിൽ ഇരുന്ന് ബാക്കി കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതും ഇത്രയും ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇല്ലെങ്കിൽ അവ അതും ചെയ്യത്തില്ലായിരുന്നു. അത് മോക്കറിയാലോ. പിന്നെ അലിയോടെ ഒറ്റൊരു തന്നെ മിടുക്കൊണ്ടാ ഈ കുടുംബം ഇപ്പോഴും തകർന്നു വീഴാതെ ഇത്രയെങ്കിലും ഇതായിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ എന്നെ ഇത് ആഴക്കടൽ പോലെ സങ്കടത്തിന്റെ കുഴിയിലായനെ. അലിയയും മാനുവലും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇതിങ്ങനെയെങ്കിലും നിലനിൽക്കുന്നു. പിന്നെ ഈ പോയവന്മാരെല്ലാം കണക്കാ. അതുകൊണ്ട് മോള് അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട. എങ്ങനെയാന്ന് വെച്ചാൽ പോട്ടെ, പോകുന്നിടത്തോളം പോട്ടെ. പിന്നെന്താന്ന് വെച്ചാൽ നടക്കുമല്ലോ. മോള് വാ, സമയം കഴിഞ്ഞാൽ പിന്നെ സണ്ണിയെ കാണാൻ കയറ്റത്തില്ല. സണ്ണിച്ചായ, എങ്ങനെയുണ്ട് ജയിൽ വാസമൊക്കെ? ഫുഡൊക്കെ എങ്ങനെ? പഴയതുപോലെ ഗോതമ്പുടല്ലെന്ന് അറിയാം. എന്താടോ താനങ്ങ് ആകെ മെളിഞ്ഞു പോയല്ലോ സണ്ണിച്ചായ. എടാ ചെറുക്ക, നിനക്കല്ലെങ്കിൽ എന്നെ കുറിച്ച് കളിയാക്കുക ഈയിടെ ഒരു കൂടുതലാ. എടാ ചുമ്മാ പോടാ പോയിട്ടേ. ചായ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓ, ഇമോഷണൽ ക്യൂനെത്തി. ഇനി നമുക്കിവിടെ പ്രസക്തി ഇല്ല. കണ്ടിന്യൂ. എന്താടാ രാവിലെ തന്നെ അവളെ ചൊറിച്ചിലാണോ നിന്റെയൊക്കെ പരിപാടി? എല്ലാരും കുത്തോളം എടുത്തുകൊണ്ട് ഇറങ്ങിയില്ലേ അവളെ ചൊറിയാനായിട്ട്? അല്ല മോളെ, ലൂക്ക ഓക്കെയാണോ? എന്തൊക്കെ ചായ, പഴയതുപോലെ തന്നെ, ഒരു മാറ്റമില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനക്കമില്ല, ആ റൂമിൽ തന്നെ. വല്ലപ്പോഴും ഫാൻസോ എന്തിനൊക്കെ കാണിക്കാനായിട്ട് എന്തോ ലൈവോ ഒറ്റോ പോകുമ്പോൾ ഈ പിള്ളേർ എനിക്ക് കാണിച്ചു തരും. അപ്പോഴാണ് ഞാനും കാണുന്നത്. മുടിയൊക്കെ വളർന്ന് ഭ്രാന്തനെ പോലെ. എനിക്കറിയില്ല, ഞാനെന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നല്ല ഇച്ചായ, ഒന്നും ചെയ്തിട്ട് കാര്യമല്ല എന്ന് ഇപ്പം ഇഷാൻറ്റിക്ക് അറിയാം. അതുകൊണ്ട് ആൻറ്റി അതിന് മുതിരാറില്ല. അല്ല, ഇവിടെ നിന്ന് സെൻറ്റി അടിക്കാനാണോ വന്നത്? അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അതിന് അവൻ തന്നെ വിചാരിക്കണം. ആ, നീ വിഷമിക്കണ്ടോളെ, അതൊക്കെ ശരിയാവും. അല്ല, ലൂയിസ് പോലെ കുടിയുണ്ടോ? ആ, രാവിലെ പോകുന്ന നല്ല പോലെയാ, തിരിച്ചു വരുന്ന 4 കാലിൽ. എനിക്ക് ആരോടും ഒന്നും പറയാൻ വയ്യച്ചായ. അവൻ ബോധത്തിലേക്ക് മോനോട് സംസാരിക്കാന്ന് വിചാരിച്ചാൽ അവൻ എൻ്റെ മുമ്പ് നിൽക്കത്തില്ല, ഓടിക്കളയും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ മക്കളെ ഇങ്ങനെയായി, അന്നേച്ചിയുടെ മക്കളെ കൂടെ ഞാൻ അങ്ങനെ ആക്കിയല്ലോ. അവളോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? അവളെന്നെ ശപിക്കുന്നുണ്ടായിരിക്കും അവിടെ ഇരുന്ന്. ഓ, തുടങ്ങി. എൻ്റെ പൊന്നി ഇഷാൻറ്റി, തൽക്കാലം അന്നാമ്മ ഇഷാൻറ്റിയെ ഒന്നും പറയാൻ പോകുന്നില്ല. ആൻറ്റിയെ കൂടെ പറ്റുന്നിടത്തോളം ആൻറ്റി നോക്കിയല്ലോ. ആ, എന്നാൽ ശരി സന്നിധ, ഞങ്ങൾ ഇറങ്ങുക. ഇവിടെ നിന്നാ ഇനി കരഞ്ഞ് ഇമോഷണലാക്കും. ശരി, എന്നാൽ ഇനി അടുത്ത സെക്കൻഡ് സാറ്റർഡേ കാണാം. ബൈ. ആടാ, എന്നാ ഇറങ്ങിക്കോ. പിന്നെ ആ ചെക്കനി എത്രയൊക്കെ എടുത്ത് കളഞ്ഞാലും ഫുഡ് കൊണ്ട് വെച്ച് കൊടുക്കണേടാ, നോക്കിക്കോണേ. അത് ഞാൻ നോക്കാതിരിക്കുമോ? അവൻ ഇനി എത്രയൊക്കെ എൻ്റെ മേത്തോട്ട് ഫുഡ് എടുത്തെറിഞ്ഞാലും അവൻ എൻ്റെ അനിയനിലുപരി അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ചായ. അവൻ കഴിഞ്ഞിട്ടേ എനിക്ക് ആരും ഉള്ളൂ. ഞാൻ നോക്കും. ശരി ചായ. എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന്. ഞാനങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നതെന്നല്ലേ. ഞാൻ ചെയ്തത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അന്ന് അഗസ്റ്റിന് ചേനോട് ഇഷ്യോട് സംസാരിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തെ കാറിൻ്റെ കീ എടുത്തില്ലല്ലോ. ഞാൻ തിരിച്ച് കയറിപ്പോയി. കീ എടുക്കാൻ ചെന്നപ്പോഴാണ് എൻ്റെ അന്നമോളെ കൊന്നത് സ്റ്റീഫനാണെന്നുള്ള സംസാരം ഞാൻ കേട്ടത്. അന്ന് വരെ എനിക്കതൊരു സംശയമായിരുന്നു. പക്ഷേ അതെൻ്റെ ഇഷയുടെ വായിന്ന് തന്നെ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടായിരുന്നു. കാരണം ഞാൻ വിശ്വസിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. അതിനൊരു ഉറപ്പ് മാത്രമേ എനിക്ക് വേണമെന്നുള്ളായിരുന്നുള്ളൂ. അത് കിട്ടി. ആ ദേഷ്യത്തിൽ വീട്ടിൽ വന്നപ്പോഴാണ് പിള്ളേരെ കാണുന്നില്ല. എനിക്ക് ഉറപ്പായിരുന്നു പിള്ളേർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ, അബിയും കാശി ഇന്ന് എൻ്റെ മുമ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് കാരണം സ്റ്റീഫൻ തന്നെയാണെന്ന്. അതുകൊണ്ട് അവനെ എങ്ങനെയും നശിപ്പിക്കണമെന്നായിരുന്നു പിന്നോടെനിക്ക്. അവരുടെ സംസ്കാര ചടങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ കാണാൻ പോയി, സ്റ്റീഫനെ. എന്താണ് പെട്ടെന്ന് സണ്ണി കുര്യന് എന്നെ കാണണമെന്നൊരാഗ്രഹം? എന്തെങ്കിലും പറയാനില്ലാതെ അന്നയുടെ ഈശയുടെ ഏട്ടൻ ഇങ്ങനെ കച്ചയും പൊക്കിയെടുത്തോണ്ട് ഈ സ്റ്റീഫനെ കാണാൻ വരില്ല. അത് സ്റ്റീഫൻ അറിയാം. കാര്യമായ എന്തോ ആണെന്നും അറിയാം. കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. ഇവിടുന്ന് ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ഇപ്പോഴും ആലോചിക്കണോ സ്റ്റീഫ? നമ്മളിൽ ഒരാളെ ഇവിടെ നിന്ന് തിരിച്ചു പോകും. അത് ഞാൻ നിനക്ക് വാക്ക് തരാം. അത് ചിലപ്പോൾ ഞാൻ തന്നെ ആവാനാണ് സാധ്യത കൂടുതലും. കാരണം എനിക്ക് നിന്നെ കൊല്ലണം. കൊല്ലുന്നതിന് മുമ്പ് ആ പിള്ളേരെ നീ എന്താ ചെയ്തെന്ന് പറ. അന്നെ കൊന്ന നീയാന്ന് എനിക്കറിയാം. അതിന് ഞാൻ കൊല്ലുകയും ചെയ്യും നിന്നെ. കാരണം അതെൻ്റെ കൂടപ്പറപ്പാ. കൂടപ്പറപ്പിന് വല്ലതും പറ്റിയ ചോദിക്കാതിരിക്കാൻ ആണത്തമില്ലാത്തവനല്ല ഞാൻ. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയേണ്ടത് ആ പിള്ളേരെവിടെ, അവന്മാർക്ക് എന്താ പറ്റിയ? നീ അവന്മാരെ എന്താ ചെയ്തേ? നീ അവന്മാരെ കൊന്നോ? ആ കൊക്കേന്ന് കിട്ടിയ ബോഡി അവന്മാരുടേതാണോ? ഇതിനെല്ലാത്തിനും മറുപടി നീ പറയണം. നിനക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ എനിക്ക് പറയാനുള്ള പറയാമല്ലോ. നീ ഇനി ഇവിടെ കൊന്നു കെട്ടി തൂക്കിയാലും അവന്മാരെവിടെയാണെന്നോ, അവന്മാര് ചത്തോ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെന്നോ, അല്ലെങ്കിൽ അവന്മാരെ ഞാൻ വെട്ടി നുറുക്കി കൊക്കേ താത്തിയെന്നോ, അല്ലെങ്കിൽ ആ കൊക്കേന്ന് കിട്ടിയ 2 ശവം അവന്മാരുടെ ആണെന്നോ, ഇതൊന്നും നീ അറിയില്ല. ശരിയാ, എനിക്ക് എൻ്റെ മക്കളോട് സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം തന്നെയാണ്. പ്രത്യേകിച്ച് ലൂക്ക. അവൻ്റെ ജനനശേഷമാണ് ഞാൻ ഇത്രയും പച്ച പിടിച്ചത്. അവനെ ഞാൻ ഒരു പണമരമായിട്ടാണ് കാണുന്നത്.
അപ്പൊ അവന്റെ ജീവിതത്തിലോട്ട് ഒരുത്തൻ കയറി വരുമ്പോ അത് ഞാൻ ആഗ്രഹിക്കാത്ത ഒരുത്തനാവുമ്പോ അതിനെ വേരോടെ വെട്ടി നശിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ലൂയിസ്, അബി, അതും എൻ്റെ കാഴ്ചപ്പാടിന് തെറ്റി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിനെ രണ്ടിനെ അങ്ങ് മുച്ചോട് മുടിച്ചു. തൽക്കാലം നീ ഇത്ര അറിഞ്ഞാൽ മതി. പിന്നെ നീ എന്നെ കൊല്ലൂന്ന് അറിഞ്ഞിട്ടാ സണ്ണി ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം നിന്നിൽ നിന്ന് എനിക്ക് അടിച്ച് ജയിക്കാൻ പറ്റൂല എന്നുള്ള വിശ്വാസം അതെനിക്കുണ്ട്. നീ പണ്ടേ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നിന്റെ പെങ്ങന്മാരുടെ ഭർത്താവായി ഞാൻ ഇരിക്കുന്ന കാലം വരെയും നീ എന്നെ കൊല്ലില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അന്നെ മരിച്ചതിന് ശേഷം, അല്ല, അന്നെ ഞാൻ കൊന്നതിന് ശേഷം ഈശയെ കെട്ടിയത് ഞാൻ അതുകൊണ്ട് തന്നെയാണ്. അന്നയുടെ മരണച്ചടങ്ങിൻ്റെ അന്ന് നിന്റെ നോട്ടം, അതിലെനിക്കറിയായിരുന്നു നിനക്ക് എൻ്റെ മേൽ സംശയം ഉണ്ടെന്ന്. ഈശയെ കെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച അന്നേക്കാൾ പാവമാണെന്ന്. പക്ഷെ നിന്റെ പെങ്ങൾ ഈശ, അവള് മാസ്റ്റർ ബ്രെയിൻ ഉള്ളവളാണ്. ഞാൻ എന്തെങ്കിലും താഴെ ചിന്തിച്ചാൽ അവള് മേളിൽ ചിന്തിക്കുന്ന പാർട്ടി. അവൾ എൻ്റെ ലൈഫിലോട്ട് വന്ന് കളിക്കാൻ തുടങ്ങി. അതോടെ ഞാൻ അവസാനിച്ചു. കാരണം അവക്കറിയായിരുന്നു അവളെ ചേച്ചിയുടെ കൊലയാളി ഞാനാണ്. അറിഞ്ഞും കൊണ്ട് അവൾ എൻ്റെ അടുത്തോട്ട് വന്നത്. എന്നിട്ടും അവൾ അത് നിന്നെ അറിയിച്ചില്ല. അതാണ് അവൾ ചെയ്ത ഏക തെറ്റും ഈ പ്രശ്നം ഇവിടം വരെ ആവാനുള്ള കാരണവും. നിന്നെ അവൾ അറിയിച്ചില്ല. ഇപ്പോഴും അവൾ അറിയിച്ചല്ല ഇത് നീ അറിഞ്ഞതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവളെ കൈകൊണ്ട് മരിക്കാനാ ഞാൻ ആഗ്രഹിച്ചതും അവൾ ആഗ്രഹിച്ചതും. ഞാൻ അവളെ കൈകൊണ്ട് മരിക്കണമെന്ന്. പക്ഷെ ഇപ്പം നീ എന്നെ കൊല്ല ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇതറിഞ്ഞു കാണില്ല. നീ അറിഞ്ഞത്, അതെനിക്ക് ഉറപ്പാ. അത് നീ പറഞ്ഞ ശരിയാ സ്റ്റീഫ. ഞാനിങ്ങോട്ട് വന്നത് അവൾ അറിഞ്ഞിട്ടില്ല. അവൾ അറിയിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ നീ പറഞ്ഞ പോലെ അവൾക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കാം, അവളെ കൈകൊണ്ട് നീ ചാവണമെന്ന്. പക്ഷെ എനിക്കും ഉണ്ടല്ലോ, ഞാനിരിക്കുമ്പോ അവൾ അത് ചെയ്യണ്ട. അപ്പൊ നീ മരിക്കൂന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നീ എൻ്റെ അടുത്തോട്ട് വന്നത്. എന്തായാലും നീ മരിക്കും സ്റ്റീഫ. പക്ഷെ എനിക്ക് നീ അതിനു മുമ്പേ ഒരു കാര്യത്തിന് ഉറപ്പ് തരണം. ആ പിള്ളേരിപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലയോ? അതിന് ഞാൻ നിനക്ക് 100% ഉറപ്പ് തരാം. അവന്മാരിപ്പോ ജീവനോടെ ഇല്ല. ആ കൊക്കേന്ന് കിട്ടിയത് അവന്മാരുടെ ശവം തന്നെയാ. അത് DNA ഫോറൻസിക്കിലൊക്കെ തെളിഞ്ഞതാണ്. എന്നാലും ഞാൻ നിനക്ക് ഉറപ്പെന്ന് പറയാം, ഞാൻ ചാവുന്നതിന് മുമ്പ് ഞാൻ നിന്നെ തിരിച്ചൊന്നും ചെയ്യില്ല സണ്ണി. കാരണം ഞാൻ രണ്ടും കൽപ്പിച്ച നിന്റെ അടുത്ത് വന്ന് മരിക്കാൻ വേണ്ടി തന്നെ. അത് നിനക്കെന്നെ ചെയ്യാം. അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവന്മാരിപ്പോ ഭൂമിയിലേ ഇല്ല. ചത്ത് മണ്ണടിഞ്ഞ് മണ്ണ്. എന്തിനാടാ പൊരനാറി നീ ആ ഒന്നും അറിയാത്ത പിള്ളേരെ? ഇതിന് നീ ആയുസ് മുഴുവൻ ഇരിക്കൂല സ്റ്റീഫ. അതിനുശേഷം 3.5 കൊല്ലമായി ജയിലിൽ. അവനെ കൊന്ന ഞാനാന്ന് ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. സ്വയം കുറ്റം സമ്മതിച്ചുകൊണ്ട് പിന്നെ ശിക്ഷയ്ക്ക് കുറച്ച് ഇളവൊക്കെ ഉണ്ട്. പിന്നെ അവൻ ചെയ്ത തെറ്റുകളും കോടതിക്ക് ബോധ്യമായി. അതുകൊണ്ട് എനിക്ക് അധികം നാളൊന്നും ശിക്ഷയില്ല. പക്ഷേ
എനിക്ക് ഇന്നും തീരാ ദുഃഖം. എൻ്റെ ലൂക്കയുടെ കാശി എനിക്ക് കൊടുക്കാൻ പറ്റില്ല ജീവനോടെ. അത് മാത്രമേ ഉള്ളൂ എൻ്റെ വിഷമം. ആ ഡോ, ഇനിയെങ്കിലും അവന്മാരോട് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞേക്കണം. എനിക്കറിയാം അവന്മാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അബദ്ധത്തിൽ വന്ന് പെട്ടതാന്നൊക്കെ, അതൊക്കെ എനിക്കറിയാം. എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങണവന്മാരൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും, അതുകൊണ്ട് പറഞ്ഞതാ. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഈ 3.5 വർഷങ്ങൾക്ക് ശേഷം അവന്മാരെ കാണാനായിട്ട് ഒരാൾ വരുന്നത്. അങ്ങനെ ഒരുത്തം വരികയും ചെയ്തു, അവന്മാരെ ജാമ്യം എടുക്കുകയും ചെയ്തു. അത് താനാ. ഇനി പോയ പോക്കായിരിക്കണം. അവന്മാരോട് നല്ലപോലെ എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്കാൻ പറ്റണം. ഇത് അവന്മാർ കേൾക്കെ പറയാൻ പറ്റില്ല, ചാടി തിന്നാ നിൽക്കും. കാരണം അവന്മാർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും ഞാൻ തന്നോട് പറയാം, എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചു കൊടുത്ത് സെറ്റാക്കാൻ നോക്ക്. പണമുള്ള പാർട്ടികളെ വീട്ടിലൊന്നും ചെന്ന് ഒരു പ്രശ്നത്തിനും പോരുതെന്ന് പറ, പഴയതുപോലെ. ആ സാറിന് തന്നെ അറിയാമല്ലോ, അവരൊന്നും ചെയ്യാതെ ഇവിടെ വന്ന് കിടക്കുന്നു. പിന്നെ അവർ പണമുള്ള പാർട്ടികളെ വീട്ടിലൊന്നും അങ്ങോട്ട് കയറി ചെന്നതല്ല, അവരായിട്ട് വിളിച്ച് കയറ്റിയതാണ്. ആ അതൊക്കെ വിടും. അല്ല, അവരായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും വരത്തുമില്ല. സാർ അവരെ കുറിച്ച് നല്ലപോലെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പാവങ്ങളാ, എന്നാ അവരെ വിളിക്കുവോ? ഹേ, അതുകൊണ്ടല്ലടോ, അവന്മാരെ കണ്ടറിയാം, പഞ്ചപാവങ്ങളാ. ആ എന്നാ താനങ്ങ് ഇറങ്ങിയേക്ക്, അവന്മാരൊക്കെ പുറത്തേക്ക് വന്നേക്കും. ശരി എന്നാ. ഓ ശരി സാർ. കുറെ നേരം ആയാലും ഇറക്കി വിടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കി വിടൂലേ അവന്മാര്? ചെറുക്കാ, നീയാണോ ഞങ്ങളെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറക്കിയത്? അതെ ചേട്ടാ, ഞാനാ. കാശിനാഥല്ലേ? ആ ഞാൻ ഇറക്കി. ആ ഇറക്കിയത് നീ ആയാലും നിൻ്റെ അച്ഛനായാലും ശരി, ഞങ്ങളെ തരാൻ ഫീസൊന്നുമില്ല. അതുകൊണ്ട് ഫീസ് ചോദിക്കരുത്. വേറെ എന്ത് വേണോ നിനക്ക് ചോദിക്കാം. വേറെ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ എങ്ങോട്ടെങ്കിലും. അയ്യോ ഫീസൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് ഇറക്കിയതാ. അയ്യോ നിങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റത്തില്ല. അത് പിന്നെ അതെ, നമുക്ക് എവിടെയെങ്കിലും പോയി സംസാരിക്കാം. നിങ്ങളിങ്ങനെ ചാടിക്കടിച്ച് തിന്നാൻ നിൽക്കല്ലേ, എനിക്ക് പറയാനുള്ളത് കേക്ക്. അതിന് ഞങ്ങളെപ്പോഴാണ് നിന്നെ ചാടിക്കടിച്ച് തിന്നാൻ നിന്നേ? ഞങ്ങളിങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നേ. ആ ഒരു ചായ വാങ്ങിച്ചാ, എന്നിട്ട് സംസാരിക്കാം. ഇനി പറ, നിനക്കെന്താ പറയാനുള്ളത്? ആ പറയാം. അത് പിന്നെ എൻ്റെ പേര് ബബ്ലു. ഐ മീൻ എൻ്റെ ഒറിജിനൽ പേര് ആകാശ് എന്നാ. എന്നെ പീറ്റർ സ്റ്റീഫൻ തൈപ്പറമ്പിൽ ഇച്ചായ വിളിക്കുന്ന ബബ്ലു എന്നാ. ഇച്ചായ മാത്രമല്ല, എന്നെ എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. എൻ്റെ ഐഡൻറ്റിറ്റിയിൽ മാത്രമേ ഈ പേരുള്ളൂ, ഒറിജിനൽ പേര്. നിങ്ങളും എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ഞാൻ കാര്യം പറയാം. നിങ്ങളെ മിസ്സായതിൻ്റെ അന്ന്, അതായത് നിങ്ങളെ കാണാതായതിൻ്റെ അന്ന് നിങ്ങൾ കൊക്കയിൽ വീണു മരിച്ചു എന്നും പറഞ്ഞാണ് ന്യൂസ് സ്പ്രെഡ് ആയത്. ആ ടൈമിൽ നിങ്ങളെ ബോഡി എന്നും പറഞ്ഞ് 2 ബോഡി കിട്ടിയായിരുന്നു. അത് കാണാനായിട്ട് അന്ന് ഞാൻ പോയായിരുന്നു അവിടെ. വേറൊന്നിനുമല്ല, പീറ്റർ ചാൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ടാണ് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് ഞാൻ ചെന്നത്. അന്ന് എനിക്കും അധികം ഡൗട്ടൊന്നും തോന്നിയില്ല. ഓക്കെ, ഞാനും അതങ്ങ് വിട്ടു. ഞാനും പീറ്റർ ചാനോട് പറഞ്ഞു, ഇല്ല ഇതിൽ സംശയിക്കാൻ ഒന്നുമില്ല, ഇത് അവരുടെ ബോഡി തന്നെയാന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെ ബോഡി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ ഈ CID ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ചിങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അതിനുവേണ്ടി ഈ സ്പെഷ്യൽ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്കെന്തൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളന്നിട്ടിരുന്ന ഡ്രസ്സൊക്കെ തന്നെ അവിടെ നിന്ന് കിട്ടിയതും ബോഡിയിലുണ്ടായിരുന്നതും. പക്ഷെ നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല, മുഖമൊക്കെ ഒരുമാതിരി എന്തൊക്കെയോ ആയിരുന്നു. അതുകൊണ്ട് മുഖമൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അന്ന് കിട്ടിയ DNA റിപ്പോർട്ട്സ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് എല്ലാത്തിലും അത് അബിയുടെയും കാശിയുടെയും ബോഡി തന്നെയാണെന്ന് ഡോക്ടേഴ്സൊക്കെ ഉറപ്പിച്ചു. അതിനെക്കുറിച്ച് പിന്നെ ആരും ചെക്ക് ചെയ്യാനോ അന്വേഷിക്കാനോ ഒന്നും നിന്നില്ല. തൈപ്പറമ്പ് വീട്ടിലുള്ളവരും എല്ലാവരും, നിങ്ങളറിയാന്നുള്ള എല്ലാവരും വിചാരിച്ചു നിങ്ങൾ മരിച്ചു എന്ന്. പക്ഷേ അതിനുശേഷം ഒരു 2 വർഷം മുമ്പേ, അതായത് നിങ്ങളുടെ
മരണച്ചടങ്ങുകളൊക്കെ കഴിഞ്ഞു 1 വർഷത്തിന് ശേഷം എന്നെ അർജുൻ എന്നും പറഞ്ഞ ഒരാൾ കാണാൻ വന്നായിരുന്നു. അർജുൻ നിങ്ങളുടെ ലൂക്ക് ആ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടെന്നാണ് പറഞ്ഞത്. വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മരണത്തിൽ എന്തൊക്കെയോ സംശയം ഉണ്ടെന്നും, അതായത് ഈ ലൂക്കയുടെയും ലൂയിസിൻ്റെയൊക്കെ അപ്പനുണ്ടല്ലോ സ്റ്റീഫൻ, അങ്ങേരെ ആണോ അയാൾക്ക് സംശയം എന്നൊക്കെ പറഞ്ഞ് എന്തോ എൻ്റെ അപ്പോഴത്തെ ഒരു ഞാൻ എന്താണോ ചിന്തിച്ച അതേ ലെവലിലായിരുന്നു ഈ അർജുൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്നോട് എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനൊന്ന് റീചെക്ക് ചെയ്യാനായിട്ട് ആ സ്ഥലം വരെ പോയി. അവിടെ വെച്ച് അന്ന് കണ്ടേക്കാളും ഇരട്ടി ഡൗട്ടുകൾ കൂടുക ചെയ്ത്. അതിനുശേഷം ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ നിങ്ങളെ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത അയാളുടെ അടുത്ത് പോയി. അപ്പോഴേ പറഞ്ഞ ആ സ്റ്റീഫൻ എന്ന് പറയുന്ന ആള് പൈസ കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിച്ചതാ അത് നിങ്ങളുടെ ബോഡി അല്ലായിരുന്നു. അതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അർജുൻ സാറിനെ അത് അറിയിച്ചില്ല. കാരണം അപ്പോഴത്തേക്കും അർജുൻ സാറിന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞു, പുള്ളിക്കാർ സെറ്റിലായി. പിന്നെ ഇതിനെക്കുറിച്ച് സാർ തിരക്കാനും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു സാറിന് ഇതിനെക്കുറിച്ച് തിരക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ എവിടെയും കാണുമെന്ന്. ഈ 2 വർഷം കൊണ്ട് നിങ്ങൾ എവിടെയാണ് തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് നിങ്ങളിപ്പോൾ കിടക്കുന്നത് ജയിലിൻ്റെ ഈ ജയിൽ പുള്ളികളുടെയൊക്കെ ഒരു ഡോക്യുമെൻ്ററി എടുക്കാനായിട്ട് അങ്ങോട്ട് വന്നത്. ആ ടൈമിൽ അവന് കിട്ടിയ പ്രോജക്റ്റ് ആയിരുന്നു അത്. അതിൽ ഒരു വീഡിയോയിലാണ് ഞാൻ നിങ്ങളെ കണ്ടത്. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ വന്നു തിരക്കുമ്പോൾ പറഞ്ഞു നിങ്ങളെന്തോ കൊക്കൈനോ അങ്ങനെന്തോ കേസിനകത്തായത് 7 വർഷത്തെ ശിക്ഷയെന്ന് പറഞ്ഞു. ഞാൻ ആ കേസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് എല്ലാം തിരക്കി നോക്കി. അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് കള്ളക്കേസാണ്. പിന്നെ ഞാൻ തെളിയിച്ചു, നിങ്ങളെ ഇറക്കി. ഇത് ഞാൻ ഇതുവരെ ടൈപ്പറമ്പ് വീട്ടിൽ ഇവിടെ അറിയിച്ചിട്ടില്ല, നിങ്ങളെ കണ്ടതോ നിങ്ങളെ ജാമ്യത്തിൽ പുറത്തിറക്കിയതോ ഒന്നും. പക്ഷെ എനിക്കറിയേണ്ട സത്യത്തിൽ അന്ന് നടന്നേന്നാ. അതുമാത്രമല്ലാണ്ട് നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ കല്ലു, ആ പെൺകുട്ടി സേഫാണ്. ഞാൻ പോയി കണ്ടായിരുന്നു ആ കുട്ടിയെ ഓർഫനേജിൽ 1 വർഷം മുമ്പേ. അതിനുശേഷം ആ കുട്ടിക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തായിരുന്നു, നിങ്ങളെയും കണ്ടുപിടിച്ചിട്ടേ അതിൻ്റെ മുമ്പിലോട്ട് ചെല്ലുള്ളൂ, നിങ്ങളെയും കൊണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എനിക്കൊരു പെങ്ങളുണ്ട്, അവളും ഞാനും കൂടെ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവളുടെ മാരേജ് കഴിഞ്ഞു, ഇപ്പോൾ അവളെ ഹസ്ബൻഡ് ഹൗസിലാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ള ഫ്ലാറ്റിൽ. നിങ്ങൾക്ക് എൻ്റെ കൂടെ അവിടെ നിൽക്കാം, എത്ര വേണോ നിൽക്കാം. ഞാൻ ഒരിക്കലും പോകാൻ പറയില്ല. കാരണം പീറ്റർ ചായനോട് എനിക്ക് അത്രത്തോളം കടപ്പാടുണ്ട്. പുള്ളിക്കാരൻ എൻ്റെ പെങ്ങളെയും പഠിത്തവും എല്ലാം നോക്കിയിട്ട് പീറ്റർ ചായന. അതുകൊണ്ട് തന്നെ പീറ്റർ ചായൻ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ. അർജുൻ സാർ എന്നോട് പറഞ്ഞു ശരിയാ, എങ്കിലും പീറ്റർ ചായന് വേണ്ടിയാ ഞാൻ നിങ്ങളെ തിരക്കി ഇറങ്ങിയത്. പക്ഷേ ഇത് പീറ്റർ ചായനോട് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളോട് ചോദിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. എന്താ അന്ന് ശരിക്കും സംഭവിച്ചത്? ഈ പറഞ്ഞ പീറ്ററിനോട് ഞങ്ങൾക്ക് കൊണ്ടടാ കുറേ കടപ്പാട്. കാരണം അവൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള പോലെ വേറെ ആരും സഹായിച്ചിട്ടില്ല. പിന്നെ ആ കുടുംബത്തിൽ എല്ലാം നല്ലതാണെന്ന് മാത്രം നീ പറയരുത്. നിനക്കറിയാവോന്നറിയില്ല, എൻ്റെ ഈ നിൽക്കുന്ന ഫ്രണ്ടിനോട് ആ ലൂയിസ് എന്ന് പറഞ്ഞവൻ ചെയ്ത എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതൊന്നും നിന്നോട് ഒരുത്തനും പറഞ്ഞു കാണത്തില്ല. പിന്നെ എന്നോട് ഒരുത്തൻ കുറേ സ്നേഹമെന്നൊക്കെ പറഞ്ഞ് കാണിച്ചായിരുന്നു. അതിന് സത്യമാണോ കള്ളമാണെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. പക്ഷേ ലൂക്കാ സ്റ്റീഫൻ തൈപ്പറമ്പിൽ ഇപ്പം അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അതെനിക്കറിയാം. പുള്ളിക്കാരന് ഈ ലോകം മുഴുവൻ ഫാൻസ് ഉണ്ട്. പിന്നെ പീറ്റർ ചായൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ലിയോ ചായൻ്റെയും കല്യാണം കഴിഞ്ഞു. വേറെ ലൂയിസിനെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്താ ചെയ്യാന്ന എന്താ ഇപ്പൊ ചെയ്യുന്നതെന്നോ ഒന്നും അറിയത്തില്ല. ബാക്കി ലെവിൻ ഇപ്പോ അമേരിക്കയിലാണ്. അവൻ അമേരിക്കയിൽ എന്തോ കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി പോയിക്കുക. വേറെ ഇപ്പോ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം ഞാൻ അവരാരുമായിട്ട് കോണ്ടാക്ട്സ് ഇല്ല. പിന്നെ അർജുൻ സാറിന്റെ കല്യാണം കഴിഞ്ഞു. അർജുൻ സാറ് നിങ്ങളുടെ ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന അങ്ങേരുടെ ഏതൊരു കസിന്റെ മോളുണ്ടല്ലോ, അവരുടെ ഫ്രണ്ട് തന്നെ, ആ പെൺകൊച്ചിനെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെയും കല്യാണമൊക്കെ കഴിഞ്ഞു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ കാശി, അവന്മാർ കുടുംബത്തോടെ ചതിയന്മാരാടാ. എന്നോട് എന്താ ചെയ്തേ അത് തന്നെയാണ് ലൂക്ക നിന്നോട് ചെയ്തത്. വിശ്വസിക്കാനേ പാടില്ലടാ അവന്മാരെ ഒന്നിനെ. അങ്ങനെ വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ലൂയിസ് എന്ന് പറഞ്ഞ ആള് ചെയ്തതുപോലെ ലൂക്ക എന്ന് പറഞ്ഞ ആൾ ചെയ്യണമെന്നില്ലല്ലോ. പിന്നെ പോരാഞ്ഞിട്ട് അയാളൊരു ആർട്ടിസ്റ്റ് ആയി എന്നുള്ള ശരിയാ.
എന്നും പറഞ്ഞോണ്ട് അയാൾ കല്യാണം ഒന്നും കഴിച്ചില്ല, സ്റ്റിൽ സിംഗിളാണ്. ബബ്ലോ ബബ്ലോ, നീ മിണ്ടാതെ അവിടെ സിംഗിളാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇപ്പോഴും അവനെ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടോ? മിണ്ടായിരുന്നോ അവിടെ അവൻ്റെ ഒരു സിംഗിള്? അല്ല ഇപ്പം നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ? അതിന് സിമ്പിൾ അല്ലേ. എന്താ അന്ന് നിങ്ങളുടെ ലൈഫിൽ ശരിക്കും നടന്നേ? നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയേ, ഈ ഹൈദരാബാദിൽ ഈ ജയിലിലെത്തിയത്? ഇപ്പൊ ഞാൻ നിങ്ങളെ ഇറക്കിയതിന്റെ കാരണം എന്താ? അത് സ്റ്റീഫനാണ് വില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അയാളിപ്പോ ജീവിച്ചിരിപ്പില്ല. അയാളെ കൊന്നിട്ട് സണ്ണി ചായൻ എന്ന് പറയുന്നില്ലേ, അതായത് ഇഷാന്റിയുടെ ബ്രദർ, പുള്ളിക്കാരൻ ജയിലിലാണ്. അപ്പോ ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞ അയാൾ നിങ്ങളുടെ അടുത്ത് എന്താ ചെയ്തേ? ഷേ അവൻ ചത്ത. പിന്നെന്തിനാടാ നമ്മൾ ഇറങ്ങിയത്? അവിടെ തന്നെ അങ്ങ് കിടന്നാൽ മതിയായിരുന്നല്ലോ. മയിര്. ഓ അതെന്താ കാശിയേട്ടാ അങ്ങനെ പറഞ്ഞേ? അപ്പൊ എന്താ നിങ്ങൾ അങ്ങേരെ കൊല്ലാനാണ് ഇറങ്ങിയത്? അല്ല, അങ്ങേരെ കൊല്ലാൻ പറ്റാത്ത ഒരു കാശിയേട്ടാ ഇപ്പൊ മയിരെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ അനിയത്തി കല്യാണിയോ? അവളെ കാണണ്ടേ നിങ്ങൾക്ക്? ഇനി അഭിയേട്ടനോട്, നിങ്ങളെ ജീവന്റെ ജീവനായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു സഹോദരനുണ്ടല്ലോ, ഇരട്ട സഹോദരൻ അഭിറാം, അങ്ങേരുടെ അവസ്ഥ എന്താണെന്നറിയോ? 1 വർഷം മുമ്പേ എന്നെ ഈ കാണാൻ വന്ന അർജുൻ എന്നോട് പറഞ്ഞെന്തെന്നറിയോ? നിങ്ങളുടെ പഴയ വീട്ടിൽ പോയിരുന്ന് പട്ടി മോങ്ങും പോലെ മോങ്ങുന്നു ദിവസവും. അവനെ കാണണ്ടേ നിങ്ങൾക്ക്? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പുറത്തിറക്കിയത് ശരിയാ, എൻ്റെ ഒരു ചെറിയ പേഴ്സണൽ ഇതുണ്ട് ഇതിനകത്ത്. എനിക്ക് എന്താ നടന്നേന്ന് അറിയണമായിരുന്നു. അത് എൻ്റെ ഒരു ഇത് തന്നെയാ, അത് വേറൊന്നും കൊണ്ടല്ല. അതെനിക്ക് പീറ്റർ ചായനോടുള്ള കൂറ് തന്നെയാണ്, അത് ഞാൻ ഇല്ലാന്ന് പറയത്തില്ല. കാരണം അങ്ങേര് എനിക്ക് ദൈവമാണ്, എനിക്കും എൻ്റെ പെങ്ങൾക്കും ദൈവം തന്നെയാണ്. അങ്ങേരെ കുടുംബത്തിന്റെ പണം കണ്ടിട്ടൊന്നുമില്ല, അങ്ങേരുടെ ആ മനസ്സ് കണ്ടിട്ട്. പിന്നെ ഞാൻ ആ ഓർഫനേജിൽ ചെന്നപ്പോ അവിടെ ഞാൻ കണ്ടത് എൻ്റെ പെങ്ങളെ പോലെ വേറൊരു കൊച്ചിനെയാണ്, സ്വന്തം സഹോദരനെ കാത്തിരിക്കുന്ന വേറൊരു കൊച്ചിനെ. അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് വാശിയായിരുന്നു, എന്ത് വന്നിട്ടാലും നിങ്ങൾ അവിടെ നിന്ന് ഇറക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇറക്കിയത്. ഞാൻ നിങ്ങളോട് ഒരിക്കലും പോണമെന്ന് പറയില്ല, അവിടെ പോണമെന്നോ അല്ലെങ്കിൽ അവരെ കൂടെ പോയി നിൽക്കണമെന്നോ. പക്ഷെ കാശിയേട്ടൻ കല്ലൂനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ആഹാ, നീയാള് കൊള്ളാലടാ ചെറുക്ക. അതിന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല. എടാ ഞങ്ങൾ പോവാ, ഞങ്ങൾക്ക് അവരല്ലാതെ വേറെ ആരാടാ ഉള്ള? ഇനി അവനവൻ്റെ കല്ലു, എനിക്ക് എൻ്റെ റാമും. ഞങ്ങൾക്ക് അവരെ കാണൂ, അതറിയാം. ഞങ്ങൾ അവരെ കാണാൻ പോവാ തന്നെയാണ്. പിന്നെ നിനക്ക് ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ അറിയണമെന്ന് പറഞ്ഞല്ലോ. ആ, അതിനാദ്യം നീ ഞങ്ങളെ നിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾക്ക് 2 ഓൾ കേക്ക് വാങ്ങിച്ചു തന്ന് ഏതെങ്കിലും പബ്ബിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളൊന്ന് സെറ്റായി മൈൻഡൊക്കെ പൊളിയായിട്ട് നിനക്ക് അന്ന് എന്താ നടന്നതെന്ന് വള്ളി പുള്ളി തെറ്റാതെ ഇനി ഈ കാശി പറഞ്ഞു തരും. കാരണം സ്റ്റീഫൻ ചത്തില്ലേ, പിന്നെ ഇനി കാശിക്ക് ഒന്നും നോക്കാനില്ല. നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അതെല്ലാം കാശിയുടെ വായന വരും. അല്ലടാ ബി? ആ, അതത്രേ ഉള്ളൂ. അന്ന് എന്താ നടന്നതെന്നുള്ളത് ഞങ്ങൾ കറക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനാദ്യം നീ ഞങ്ങൾക്ക് കുടിക്കാൻ വാങ്ങിച്ചു തരണം. അത് വാങ്ങിച്ച് തന്നേ പറ്റത്തുള്ളൂ. 3-3.5 കൊല്ലമായി മനുഷ്യ ഒന്ന് സമാധാനമായിട്ടിരുന്നിട്ട്, ആ സമാധാനമായിട്ടിരിക്കുന്ന ടൈമിൽ കുടിച്ചിട്ട് തന്നെ ഇരിക്കണമെന്നുള്ള വാശിയാണ് എനിക്കും ദയവനും. അത് നിൻ്റെ ചിലവിനും കൂടെ ആകുമ്പോൾ സന്തോഷം. കാരണം നീയല്ലേ ഞങ്ങളെ കഷ്ടപ്പെട്ടിറക്കി, അപ്പോൾ നിൻ്റെ വക പാർട്ടി. പുറത്തിറങ്ങിയതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഈ പുറത്ത് ഞങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ ആകെയുള്ള സന്തോഷം അത് കല്ലും റാമുമാണ്. അവരെ ഞങ്ങൾ പോയി കാണും, പോയി കണ്ടിട്ടിങ്ങ് വരും. കല്ലു ഞങ്ങളവിടെ നിൽക്കുന്നേക്കാളും അവിടെ നിൽക്കുന്നതിനെ സേഫ് അല്ലേ കാശി? ആ, അവളവിടെ തന്നെ നിന്ന് വളരട്ടടാ. കുറച്ച് വലുതാകുമ്പോൾ ഓഫണേജിലുള്ളവരെ ഞങ്ങൾ കെട്ടിച്ചു വിട്ടോളൂ. എൻ്റെ കൂടെ നിൽക്കാതിരിക്കുന്നത് നല്ലത്. എന്തിനാ ഒരു കുറ്റവാളിയുടെ പെങ്ങളായിട്ട് അവൾ വളരുന്നത്? ആ, നീ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ ഞങ്ങളെ? കൊണ്ടുപോവാം. അല്ല, നിങ്ങൾ കുടിച്ചു കഴിഞ്ഞ് പറഞ്ഞില്ലെങ്കിലോ? എടാ മോനെ ബബ്ലു, ഈ നിൽക്കുന്ന അബിക്കും ആ നിൽക്കുന്ന കാശിക്കും 2 പേർക്കും ഒറ്റ തന്തമാരേ ഉള്ളൂ. അവനവൻ്റെ തന്ത, എനിക്കെൻ്റെ തന്ത. ഞങ്ങൾ ഞങ്ങളെ തന്തമാരെ മാത്രമേ തന്താന്ന് വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയൂന്ന് പറഞ്ഞാൽ പറയും. അടിച്ച് വിറ്റാകുമ്പോൾ ബോധം പോയി പറയാതെയൊന്നും ഇരിക്കൂല. ആ 2 എണ്ണം അടിക്കുമ്പോൾ ഞങ്ങളെ വായിന്ന് എല്ലാ സത്യവും താനേ അങ്ങ് വന്നോളൂ. ഞങ്ങളായിട്ട് പറയേണ്ട ആവശ്യമില്ല. നീ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ? അല്ല, കൊണ്ടുപോ, നമുക്ക് പോ. അല്ല, ഞാനിത് പീറ്റർ ചായനോടോ അല്ലെങ്കിൽ ആ അർജുൻ എന്ന് പറയുന്ന ഈ ചായനോടോ
അറിയിക്കണ്ടല്ലോ അല്ലേ നിങ്ങളെ കണ്ട കാര്യം? നിങ്ങൾ അതിൻ്റെ ഇതുവരെ പറഞ്ഞില്ല. വേണ്ടേ വേണ്ട, നീ ആരെയും അറിയിക്കേണ്ട തൽക്കാലം. പീറ്ററായാലും ആ കുടുംബത്തിൽ ആരായാലും ചെയ്തു തന്ന സഹായത്തോടത്തോളമൊക്കെ മതി. ഇനി ആ കുടുംബത്തിൽ ആരുമായിട്ട് ഒരിതും വേണ്ടെന്നാണ് ഞങ്ങളുടെ ഇത്. പീറ്റർ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം, അതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല മരിക്കുന്നവരെ. പക്ഷേ ആ കുടുംബത്തിൽ വേറെ ചിലരൊക്കെ ഉണ്ട്, അവരെയൊന്നും ഞങ്ങൾക്ക് കാണാൻ പോലും താല്പര്യമില്ല. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ഇറങ്ങിയതോ ഞങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് പോലും അവരൊന്നും അറിയാതിരിക്കുന്നത് തന്നെ നല്ലത്. എന്തുകൊണ്ട് അതങ്ങനെ തന്നെ അങ്ങ് ഇരുന്നാൽ മതി. അപ്പം പോവാം, വാ.